പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല പ്രഭാതവേളയ്ക്കായി കർത്താവിന് നന്ദി പറയാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം, ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയെ. കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം, ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയെ. കയ്യിലാണി പഴുതു കാട്ടി അവൻ മേഘാരൂഢനായി മാറി. കയ്യിലാണി പഴുതു കാട്ടി അവൻ മേഘാരൂഢനായി മാറി. ആ കുഞ്ഞാടേ, നിന്നിൽ ഞാൻ കാണും നിന്നപ്പായേ, കാണും നിന്നപ്പായേ. ആ കുഞ്ഞാടേ, നിന്നിൽ ഞാൻ കാണും നിന്നപ്പായേ, കാണും നിന്നപ്പായേ. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ. കുഞ്ഞാടേ, നിന്നിൽ ഞാൻ കാണും നിന്നപ്പായേ, കാണും നിന്നപ്പായേ. നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രഭാതത്തിൽ കർത്താവിൻ്റെ തിരുപാദപീഠത്തിൽ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ വലിയവനായ ദൈവം, സർവകൃപാലുവായ ദൈവം ആയുസ്സിൻ്റെ ഒരു ദിനം കൂടെ ഒരുക്കിയതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നല്ലൊരു വ്യാഴാഴ്ച പ്രഭാതം കാണുവാൻ സർവശക്തനായ ദൈവം ഒരവസരം കൂടെ ഒരുക്കിയല്ലോ. അതോർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഈ പ്രഭാതത്തിൽ ദൈവശബ്ദത്തിനായി കാത്തിരിക്കുന്ന ആമേൻ എല്ലാ അഭിഷിക്തന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ മുമ്പിൽ കടന്നു വരുവാൻ കർത്താവ് ഒരു അവസരം കൂടെ ഒരുക്കിയല്ലോ. കർത്താവിന് നന്ദി കരയേറ്റേണ്ട സമയമാണ്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അല്പനിമിഷം ചിന്തയ്ക്കായി ഈ പ്രഭാതത്തിൽ ആമേൻ ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം അതിൻ്റെ 2 വാക്യം. ലൂക്കോസ് സുവിശേഷം 24 അധ്യായം അതിൻ്റെ 2 വാക്യം. കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട, വളരെ ദൂതുകളടങ്ങപ്പെട്ട ഒരു വിടുതലിൻ്റെ ശുശ്രൂഷയുടെ ആമേൻ ഘട്ടത്തിലേക്കാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഈ ഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാം. 24 അധ്യായം വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു അധ്യായമാണ്. യേശുവിൻ്റെ മരണം, അനന്തരം ഉയർപ്പ്, ആമേൻ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒരു ദൂതാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ തന്നെ ഈ 24 അധ്യായത്തിൻ്റെ 2 വാക്യം ഇങ്ങനെ വായിച്ചു: കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അകത്ത് കടന്നാറെ കർത്താവായ യേശുവിൻ്റെ ശരീരം കണ്ടില്ല. സ്തോത്രം. എന്നാൽ 1 വാക്യം പറയുന്നു: അവർ ഒരുക്കിയ സുഗന്ധവർക്കം എടുത്ത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അതികാലത്ത് കല്ലറയ്ക്കലെത്തി. അതികാലത്ത് എന്ന് പറയുമ്പോൾ ഇരുട്ടുള്ള സമയത്ത്, ആമേൻ വളരെ നേരത്തെ, ആമേൻ അധികം ആരും എണീക്കാത്ത സമയത്ത്, ആരും അങ്ങനെ പുറത്തിറങ്ങാൻ ആഗ്രഹിക്കാത്ത സമയം, രാവിലെ നല്ല ഉറക്കമുള്ള സമയം. സ്തോത്രം. അങ്ങനെ ആർക്കും പെട്ടെന്ന് എണീറ്റ് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരു ശീതകാലം, ഒരു സമയം, ഒരു നല്ലൊരു പ്രഭാതം, നല്ലൊരു ഇരുട്ടുള്ള പ്രഭാതം. ഈ രാവിലെ സമയം ആമേൻ 2 സഹോദരിമാർ കർത്താവിൻ്റെ കല്ലറയ്ക്കൽ എത്തി. സ്തോത്രം. ആമേൻ. ഈ കല്ലറയ്ക്കൽ എത്തിയപ്പോൾ അവർ
വന്നപ്പോൾ കൊണ്ടുവന്നത് അവർ ഒരുക്കി വച്ച സുഗന്ധവർക്കം മറിയയും മത്തലക്കാരത്തി മറിയയും കൂടെയാണ് കല്ലറ കാണാനെത്തുന്നത്. സ്തോത്രം. ഈ രണ്ടുപേരും അവിടെ എത്തുമ്പോൾ തന്നെ അവർ നോക്കിയപ്പോൾ തന്നെ കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. കാരണം റോമൻ ഇമ്പീരിയ മുദ്ര പതിപ്പിച്ച കല്ലാണ്. ഒരിക്കലും ആർക്കും ഉരുട്ടിക്കളയാനോ അതിനെ തൊടാനോ അവകാശമില്ല. അതിൻ്റെ അടുത്ത് പോലും പോയി നിൽക്കാൻ അധികാരമില്ല. കാരണം അതിനപ്പുറത്ത് റോമൻ മുദ്രയെ കൊണ്ട് മുദ്രയിട്ട കല്ല്. ഒരിക്കലും ആർക്കും അതിനെ എടുത്തു മാറ്റാനോ അതിനെ ഉരുട്ടിക്കളയാനോ അതിനെ തൊടുവാനോ അധികാരമില്ല. കാരണം റോമൻ ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിലുള്ള അണ്ടറിലുള്ള ആ കല്ലറ അല്ലെങ്കിൽ ആ സ്ഥലം, അവിടെ കാവൽക്കാർ നിൽപ്പുണ്ട്, പട്ടാളത്തുകാർ നിൽപ്പുണ്ട്, ശക്തന്മാരായ അധികാരികൾ ആ കല്ലറയ്ക്ക് ചുറ്റും നിൽപ്പുണ്ട്. അതുകൊണ്ട് ഇതിനെ ഒരിക്കലും എടുത്തു മാറ്റാനോ അതിൻ്റെ മുദ്രയെ പൊട്ടിക്കുവാനോ ആർക്കും കഴിയില്ല. സ്തോത്രം. എന്നാൽ അവർ കണ്ടപ്പോൾ തന്നെ ആ കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അസാധ്യമായ കാര്യമാണ്. അവർക്ക് വേണ്ടി ദൈവം ചില കാര്യങ്ങൾ അവിടെ ചെയ്യുകയാണ്. സ്തോത്രം. നോക്കൂ, അവിടെ ആൾക്കാർ നിൽപ്പുണ്ട്, അവിടെ ആളുണ്ട്. ആ കല്ലറയ്ക്കൽ ആളുണ്ട്. സ്തോത്രം. ഇവർ ചെന്നപ്പോൾ തന്നെ അവിടെ ആൾക്കാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ തള്ളപ്പെട്ട ഒരു സ്ഥലമല്ല അത്. റോമൻ്റെ കീഴിലുള്ള സ്ഥലമായതുകൊണ്ട് അവിടെ ആർക്കും എപ്പോഴും കയറി ചെല്ലാനൊന്നും കഴിയത്തില്ല. അതിന് സമയങ്ങൾ ഉണ്ട്. പെട്ടെന്ന് അവിടെ നിന്ന് കയറിപ്പോകാനൊന്നും കഴിയുന്ന സ്ഥലമല്ല. പക്ഷേ ഇവർ രാവിലെ എല്ലാവരും എണീക്കും മുൻപേ അവിടെ എത്തി. പ്രൈസ് ദി ലോർഡ്. അകത്ത് കടന്നാറെ കർത്താവായ യേശുവിൻ്റെ ശരീരം കണ്ടില്ല. അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച് 2 പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ട് അവൻ ഭയപ്പെട്ടു മുഖം കുരിച്ചു നിൽക്കുമ്പോൾ അവർ അവരോട്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ 1-ാമത്തെ വാക്യം മുതൽ 6-ാമത്തെ വാക്യം വരെ നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്ക. ഇന്ന് രാവിലെ ഈ പ്രഭാതത്തിൽ എല്ലാവരും എണീക്കും മുമ്പേ എണീറ്റ് പ്രാർത്ഥിപ്പാൻ എത്ര പേർ കഴിഞ്ഞിട്ടുണ്ട്? സ്തോത്രം. എല്ലാവരും എണീക്കും മുൻപേ, അത് രാവിലെ ഇരുട്ടുള്ളപ്പോൾ എണീറ്റ് പ്രാർത്ഥിക്കാൻ. സ്തോത്രം. ഈ കല്ലറയിരിക്കുന്ന സ്ഥലം ഇവർ വരുന്ന സ്ഥലവും തമ്മിൽ കിലോമീറ്ററുകളുടെ ദൈർഘ്യമുണ്ട്. ഒരു ദിവസം കൊണ്ട് കാൽനടയായി എത്തത്തില്ല. കഴുതപ്പുറത്ത് പോകണമെങ്കിൽ പോലും ഒരു ദിവസം കൊണ്ട് എത്തത്തില്ല. അത്ര സ്തോത്രം ദൂരമാണ്. പക്ഷെ ഇവർ രണ്ടുപേരും അവിടെ എത്തി. സ്തോത്രം. അവിടെ എത്തി യേശു കർത്താവിൻ്റെ ശരീരത്തിൽ പൂശാൻ, ആ ബോഡിയിൽ യഹൂദന്മാരുടെ ആചാരമനുസരിച്ച് ഡെഡ് ബോഡിയിൽ സുഗന്ധവർഗം പൂശും. സ്തോത്രം. ഒരിക്കലും ആ ബോഡിയിൽ നിന്നൊരു സ്മെല്ല് പുറത്തേക്ക് വരുവാൻ അവരനുവദിക്കത്തില്ല. അത്ര ബഹുമാനത്തോടെ റെസ്പെക്റ്റോടെയാണ് ബോഡി അവർ സൂക്ഷിക്കുന്നത്. ഈ സുഗന്ധവർഗം പൂശിക്കഴിഞ്ഞാൽ ഒരിക്കലും ആ ബോഡിക്ക് ഒരു കംപ്ലൈൻറ്റും വരത്തില്ല. അങ്ങനെ അതിന് വേറെ ഒരു ശുദ്ധ ജന്തുക്കളോ ആ ബോഡിയെ തൊടത്തില്ല. അത്ര എബറ്റുള്ള, അത്ര അനുഗ്രഹിക്കപ്പെട്ട സുഗന്ധവർഗം അന്നത്തെ കാലഘട്ടങ്ങളിൽ നല്ല വിലപിടിപ്പുള്ള, ഏറ്റവും കൂടുതൽ വിലയുള്ള നല്ല സുഗന്ധവർഗം കൊണ്ട് അവർ വന്നത്. സ്തോത്രം. നോക്കിക്കേ, അവിടെ വന്നപ്പോൾ തന്നെ സ്തോത്രം, അവിടെ കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞു. ഇന്ന് ഈ പ്രഭാതത്തിൽ, ഈ വ്യാഴാഴ്ച, ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് നേരെ ശത്രു അടച്ചു വച്ചിരിക്കുന്ന ചില കല്ലുകൾ ഇന്ന് പകൽക്കാലം ഉരുണ്ടുമാറുകയാണ്. എൻ്റെ തലമുറയുടെ ഭാവിക്ക് നേരെ, ഉപരിപഠനത്തിന് നേരെ, ചില വിദേശ യാത്രകൾ വരെ തടയപ്പെടുന്ന ചില കല്ലുകൾ, ചില വാഴ്ത്തത്വങ്ങളെ അടച്ചു വച്ചിരിക്കുന്ന കല്ലുകൾ ഇന്ന് പ്രഭാതത്തിൽ നീ നോക്കി നിൽക്കുമ്പോൾ തന്നെ അത് ഉരുണ്ടുമാറുകയാണ്.
ഉടവൽ കവനപരകതുനി വൈഡകരാജകൽക്കനാദി. ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ആമേൻ. ദൈവകുഞ്ഞെ, ദൈവദാസനെ, നിങ്ങൾ എത്ര നാളുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്? ആമേൻ. നിങ്ങൾ എത്ര നാളുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു? നിങ്ങളോടാ ദൈവാത്മ പറയുന്നത്. എത്ര നാളുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു? ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് മാറി താമസിക്കാൻ, ഒരു നല്ലൊരു വീടിന് വേണ്ടി കുറച്ച് സ്ഥലം വാങ്ങാൻ, ആമേൻ, സ്തോത്രം, ചില കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയമാണ്. കഴിഞ്ഞ ദിവസവും നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവാത്മ പറയുന്നു, ഇന്ന് പകൽ ഈ കല്ല് ഉരുണ്ടുമാറിയതുപോലെ നിങ്ങളുടെ വാഴ്ത്തത്തിന് നേരെ നിൽക്കുന്ന ചില അന്ധകാരത്തിൻ്റെ കറുത്ത കരങ്ങൾ ഇന്ന് പകൽക്കാലം വിട്ടുമാറാൻ പോകുക. എത്ര കാവൽ ഉറപ്പിച്ചാലും, റോമൻ്റെ എത്ര മുദ്രകൾ പതിപ്പിച്ചാലും അതിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. മുദ്ര എത്ര ശക്തമായ മുദ്രയാണെങ്കിലും, ആമേൻ, നോക്കി നിൽക്കുമ്പോൾ കല്ല്, ആമേൻ, ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. ഒരു നോക്കി നിൽക്കുമ്പോൾ ഉരുണ്ട് മാറും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോൾ തന്നെ മത്തായി സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ, മത്തായി സുവിശേഷം 28-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോഴും 2-ാമത്തെയും വാക്യം വായിക്കുമ്പോഴും അവിടെയും അവർ കാണുന്നത് ഇങ്ങനെയാണ്. ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം, ആമേൻ, വെളുക്കുമ്പോൾ മത്തലക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു, കല്ല് ഉരുട്ടി നീക്കി അതിൻ്റെ മേൽ ഇരുന്നു. സ്തോത്രം. ഇതേ ദൂതൻ തന്നെയാണ് ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ ഇറങ്ങിയത്. സ്തോത്രം. ആ കല്ലിനെ ഉരുട്ടിക്കളഞ്ഞു. പക്ഷെ ദൂതൻ അവിടുന്ന് കയറിപ്പോയി. ആമേൻ. ആ ദൂതനെ ഉരുട്ടി മാറ്റാനുള്ള ഡ്യൂട്ടിയേ ഉള്ളുവായിരുന്നു. എന്നാൽ ഇവിടെ ഇറങ്ങിയ ദൂതൻ, ആമേൻ, അവൻ്റെ രൂപം മിന്നലിനൊത്തതും അവൻ്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതും ആയിരുന്നു. കാവൽക്കാർ അവനെ കണ്ട് പേടിച്ച് വിറച്ചു, മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട് ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെ ഇല്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം കാൺമീൻ. ഹല്ലേലൂയ. ശവനപരഗതനാകര. ഇന്ന് പകൽക്കാലം, ഈ പ്രഭാതത്തിൽ ചില കുടുംബത്തിനകത്ത്, ചില വ്യക്തികളുടെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ തികഞ്ഞ ഇടപെടൽ, പരിശുദ്ധാത്മാവിൻ്റെ തികഞ്ഞ ഇടപെടൽ, നിയോഗത്തോടെ ചില ഇടപെടലുകൾ നടക്കാൻ പോകുക. ഈ വ്യാഴാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. ഇത് നിന്റെ സീസന്റെ മാസമാണ്. ഇത് നിനക്ക് വേണ്ടി ദൈവം തരുന്നൊരു ഗിഫ്റ്റാണ്. ഈ ദിവസങ്ങളിൽ കർത്താവ് വലിയ അത്ഭുതങ്ങളെ ചെയ്യാൻ ശക്തനാണ് ദൈവവൈതലേ. അതാണ് ഇവിടെ നമ്മൾ വായിച്ചത്. ആമേ, കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. ഇന്ന് പകൽക്കാലം, ആമേ, സ്തോത്രം, ശത്രു എത്ര പ്രബലനാണെങ്കിലും എൻ്റെ കർത്താവ് ചില വിടുതലുകൾ ഇന്ന് പകൽക്കാലം അയക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൻ്റെ അത്ഭുത വിടുതൽ ശരീരങ്ങളിൽ പകരട്ടെ. പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണും അടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട വ്യാഴാഴ്ച പ്രഭാതത്തിനായി സ്തോത്രം. ദൈവം അനുഗ്രഹിക്കണം. അഭിഷക്തന്മാരെ അനുഗ്രഹിക്കണം. അവരുടെ വാഹനങ്ങളെ മാനിക്കണം. അവരുടെ ആവശ്യങ്ങളെ സ്വർഗം അറിയുന്നല്ലോ. ദൈവാത്ഭുതങ്ങളെ ചെയ്താട്ട്. ആമേൻ. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് പൊതിയണം. അത്ഭുതങ്ങളെ ചെയ്യണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.